പ്രതിരോധ മേഖലയിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ഇവയാണ്. നമ്പർ 1, ഇന്ത്യക്ക് മുന്നിൽ മുട്ടുമടക്കി ചൈന. അതിർത്തിയിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് ചൈന തിരികെ പോകുന്നു. നമ്പർ 2, അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റിനെയും ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്ററിനെയും കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി പുറത്തുവിട്ടു. നമ്പർ 3, അടിയന്തര സംഭരണ പരിപാടിയുടെ ഭാഗമായി ഇന്ത്യൻ സൈന്യം 4 ഹെറോൺ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ കൂടി ഇസ്രായേലിൽ നിന്നും ലീസിനെടുത്തു. നമ്പർ 4, ഇന്ത്യയുടെ തദ്ദേശീയ UCAV ആയ DRDO ഖാദക്കിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണെന്നും ഉടൻ തന്നെ ആദ്യ പറക്കൽ ഉണ്ടാകുമെന്നും റിപ്പോർട്ട്. നമ്പർ 5, എയ്റോ ഇന്ത്യ ഷോയിൽ അമേരിക്കയുടെ B-1B ബോംബർ എത്തിയത് ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തമാക്കാനാണെന്ന് അമേരിക്ക. പാങ്കോങ്ങിലെ തെക്കൻ മേഖലയിൽ നിന്നും ടാങ്കുകളും കവചിത വാഹനങ്ങളും പിൻവലിക്കാൻ ആരംഭിച്ച് ഇന്ത്യയും ചൈനയും. ഈ മേഖലയിൽ നിന്നും സൈനിക വിന്യാസം പിൻവലിക്കാൻ ആരംഭിച്ചതായി ചൈനീസ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചതിന് പിന്നാലെയാണ് ഇന്ത്യയും സമാന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. തങ്ങളുടെ ഫ്രണ്ട് ലൈൻ ട്രൂപ്പുകളെ പിൻവലിക്കാമെന്ന് ജനുവരിയിൽ ഇരു രാജ്യങ്ങളിലെയും സൈനിക മേധാവിമാർ നടത്തിയ ചർച്ചയിൽ അംഗീകരിച്ചിരുന്നു. ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ഫെബ്രുവരി 10 മുതൽ സൈനിക ടാങ്കറുകളടക്കമുള്ള ആയുധ വിന്യാസങ്ങൾ പാങ്കോങ് തടാകത്തിന്റെ ഭാഗത്തു നിന്നും പിൻവലിക്കാൻ ആരംഭിക്കുമെന്ന് ചൈനീസ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ബുധനാഴ്ച പോസ്റ്റ് ചെയ്തു. എന്നാൽ സൈനിക പിന്മാറ്റവുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങളൊന്നും ചൈനീസ് അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം സൈനിക പിന്മാറ്റത്തെ പറ്റി ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി ഇതുവരെയും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ജൂൺ 15 ഗാൽവാൻ താഴ്വരയിലുണ്ടായ ഏറ്റുമുട്ടലിൽ 20 ഇന്ത്യൻ സൈനികർ കൊല്ലപ്പെട്ടതിന് പിന്നാലെ വൻ ആയുധ സന്നാഹങ്ങളുമായി ഇരു രാജ്യത്തെയും സൈനികർ അതിർത്തികളിൽ നിലയുറപ്പിച്ചിരുന്നു. ഡെപ്സാങ് മേഖലയിലും പാങ്കോങ് സോ തടാക മേഖലയിലും ഫിംഗേഴ്സ് മേഖലയിലും ചൈന വ്യോമവേദ മിസൈലുകൾ അടക്കമുള്ള എയർ ഡിഫൻസ് സിസ്റ്റം, ദീർഘദൂര ശേഷിയുള്ള പീരങ്കികൾ എന്നീ കനത്ത ആയുധ സന്നാഹങ്ങളുമായാണ് ചൈന നിലയുറപ്പിച്ചിരുന്നത്. അടുത്ത അപ്ഡേറ്റ് നോക്കാം. അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാറ്റ് എയർക്രാഫ്റ്റുമായി മുന്നോട്ട് പോകുമ്പോൾ ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്ററിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇന്ത്യയുടെ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി പുറത്തുവിട്ടു. ഇന്ത്യൻ നാവികസേനയുടെ MiG-29K പോരാളികളെ മാറ്റിസ്ഥാപിക്കുന്നതിനായാണ് ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ വികസിപ്പിക്കുന്നത്. കൂടാതെ രാജ്യത്തിന്റെ വ്യോമസേനയ്ക്കായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന AMCയിൽ നിന്ന് ഇത് വ്യത്യസ്തമായിരിക്കും. കാരിയർ പ്രവർത്തനങ്ങൾക്കായി ഒപ്റ്റിമൈസ് ചെയ്ത ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്ററിൽ ക്യാനറുകളും ഹൊറിസോണ്ടൽ ടെയിലുമുള്ള ഒരു പരമ്പരാഗത ഡെൽറ്റ വിംഗ് കോൺഫിഗറേഷൻ ആണ് ഉൾപ്പെടുത്തുന്നത്. അതേസമയം AMCക്ക് സ്റ്റെൽത്തിനായി പ്രാധാന്യം നൽകുന്ന ട്വിൻ ടെയിൽ ലേഔട്ട് ആണ് നൽകിയിരിക്കുന്നത്. നാവികസേനയുടെ ഷോർട്ട് ടേക്ക് ഓഫ് ബട്ട് അസിസ്റ്റഡ് റിക്കവറി കാരിയറുകളായ INS വിക്രമാദിത്യ, ഇൻഡിജീനിയസ് എയർക്രാഫ്റ്റ് കാരിയർ 1 എന്നിവയിൽ നിന്നാണ് ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ പ്രവർത്തിക്കുന്നത്. ഈ വർഷം കടൽ പരീക്ഷണങ്ങൾ ആരംഭിച്ച് ഇൻഡിജീനിയസ് എയർക്രാഫ്റ്റ് കാരിയർ 1നെ INS വിക്രാന്ത് എന്ന് നാമകരണം ചെയ്യും. ഡെക്ക് കൈകാര്യം ചെയ്യലിനും സംഭരണത്തിനുമായി മടക്കാവുന്ന ചിറകുകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്ററിന് പരമാവധി ടേക്ക് ഓഫ് ഭാരം 26,000 കിലോഗ്രാമും പവർ ചെയ്യുന്നത് 2 GE ഏവിയേഷൻ F414 INS-6 എഞ്ചിനുകളുമാണ്. ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ ഇന്റേണൽ വെപ്പൺ ബേ ഉപേക്ഷിച്ച് പകരം വിംഗ് ടിപ്പ് റെയിലുകൾ, 6 അണ്ടർ വിംഗ് ഹാർഡ് പോയിന്റുകൾ, 2 ഫ്യൂസേജ് ഹാർഡ് പോയിന്റുകൾ, ഒരു സെന്റർ ലൈൻ പൈലോൺ എന്നിവ ഉണ്ടായിരിക്കും. അടുത്തിടെ ബാംഗ്ലൂരിൽ നടന്ന എയ്റോ ഇന്ത്യ ഷോയിൽ ADA നൽകുന്ന കണക്കുകൾ പ്രകാരം AMCയുടെ പരമാവധി വേഗതയായ മാക് 1.8നെ അപേക്ഷിച്ച് ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്ററിന് മാക് 1.6 ആണ് പരമാവധി വേഗത. AMCയുടെ 18 മീറ്റർ നീളവുമായി താരതമ്യം ചെയ്യുമ്പോൾ നാവികസേനയുടെ പോരാളിയായ ട്വിൻ എഞ്ചിൻ ഡെക്ക് ബേസ്ഡ് ഫൈറ്റർ ചെറുതായിരിക്കും. അതായത് മൊത്തം നീളം 16.2 മീറ്റർ. 2023 AMCയെ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രോഗ്രാമിന് 2018 ഡിസംബറിൽ ഒരു ഔപചാരിക മുന്നേറ്റം ലഭിച്ചു. അതോടെ പ്രാഥമിക രൂപകൽപ്പന അവലോകനം ഏകദേശം പൂർത്തിയായി. എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ഡിസൈൻ സഹായം നൽകുന്നുണ്ട്. സിംഗിൾ സീറ്റ് മീഡിയം വെയിറ്റ് എയർഫോഴ്സ് ഫൈറ്ററിന്റെ ഡിസൈൻ സ്റ്റെൽത്തിനായി ഒപ്റ്റിമൈസ് ചെയ്തിരിക്കുന്നു. എയർ ഫ്രെയിം ഡിസൈനിലൂടെ റഡാർ ക്രോസ് സെക്ഷൻ കുറയ്ക്കുകയും സർപ്പന്റൈൻ ഡെക്റ്റുകളുള്ള ഡൈവേർട്ട്ലെസ് എയർ ഇൻടേക്കുകൾ, സ്റ്റെൽത്ത് ഷേപ്പിംഗ്, സ്റ്റെൽത്ത് മെറ്റീരിയലുകൾ, ബോഡി കോൺഫോർമൽ ആന്റിന, ആന്തരിക ആയുധങ്ങൾ എന്നിവയാണ് മറ്റു പ്രത്യേകതകൾ. ഇരട്ട എഞ്ചിൻ AMCയ്ക്കായി 24,700 LB ക്ലാസ് എഞ്ചിനാണ് വ്യോമസേന ആവശ്യപ്പെടുന്നത്. പക്ഷേ പ്രാരംഭ പ്രോട്ടോടൈപ്പുകൾ തെളിയിക്കപ്പെട്ട 20,000 LB ക്ലാസ് എഞ്ചിൻ ഉപയോഗിച്ചാണ് പറക്കുക. 4ാമത്തെ പ്രോട്ടോടൈപ്പ് മുതൽ കൂടുതൽ ശക്തമായ എഞ്ചിൻ ഇൻസ്റ്റാളേഷനായി നിശ്ചയിച്ചിട്ടുണ്ട്. GE, യൂറോജെറ്റ്, റോൾസ് റോയ്സ് എന്നിവ AMCA പവർ പ്ലാന്റിനായി എഞ്ചിൻ പരിഹാരങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അടുത്ത അപ്ഡേറ്റ് നോക്കാം.
അടിയന്തര സംഭരണ പരിപാടിയുടെ ഭാഗമായി ഇന്ത്യൻ സൈന്യം 4 ഹെറോൺ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ കൂടി ഇസ്രായേലിൽ നിന്നും ലീസിനെടുത്തു. കുറെ വർഷങ്ങളായി ഇന്ത്യൻ സൈന്യത്തോടൊപ്പമുള്ള ഹെറോൺ UAV രഹസ്യാന്വേഷണ ശേഖരത്തിൽ പ്രത്യേകിച്ചും ഫലപ്രദമാണ്. കാരണം ഇത് വളരെ കാലം നിലനിൽക്കുന്ന UAV ആയതിനാൽ ഒരു സമയം 50 മണിക്കൂറോളം വായുവിൽ സഞ്ചരിക്കാൻ കഴിയും. പ്രതിരോധ മന്ത്രാലയം ചില നിയമങ്ങൾ മാറ്റുകയും ചില ആയുധ സംവിധാനങ്ങൾ ലീസിനെടുക്കാൻ അനുവദിക്കുകയും ചെയ്തിരുന്നു. ഇതുവഴി നാവികസേന അമേരിക്കയിൽ നിന്ന് പ്രെഡേറ്റർ ഡ്രോണുകൾ ലീസിനെടുത്തിരുന്നു. ഹെറോണുകൾ കൂടാതെ കരസേന അടിയന്തര അധികാരങ്ങൾ ഉപയോഗിച്ച് 2 ആഴ്ചത്തെ യുദ്ധത്തിനാവശ്യമായ വെടിയുണ്ടകളും സ്പെയറുകളും ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു എന്നും ഉയർന്ന തലത്തിലുള്ള വൃത്തങ്ങൾ പറഞ്ഞു. ലഡാക്കിലെ സ്ഥിതിഗതികളെ തുടർന്ന് സർക്കാർ നൽകിയ അടിയന്തര അധികാരങ്ങൾ സൈന്യത്തിന് ആവശ്യമായ സ്പെയറുകളും വെടിക്കോപ്പുകളും ലഭിക്കാനും ടാങ്ക് വിരുദ്ധ ആയുധങ്ങൾ ശക്തിപ്പെടുത്താനും ആവശ്യമായ വിമാന വിരുദ്ധ സംവിധാനങ്ങൾ വാങ്ങാനും ഉപയോഗപ്രദമായി. റഷ്യയിൽ നിന്ന് ഇഗ്ലാസ്ട്രെല്ല വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കരസേന ഏറ്റെടുത്തിരുന്നു. ആദ്യത്തേത് ഷോൾഡർ ഫയർഡും രണ്ടാമത്തേത് മാൻ പോർട്ടബിളുമാണ്. ഇവ രണ്ടും അത്യാധുനികമല്ലെങ്കിലും ഇവ ഇന്ത്യൻ സൈന്യത്തിന് ഫലപ്രദവും കാര്യക്ഷമവുമായി കണക്കാക്കപ്പെടുന്നു. ഇസ്രായേലി സ്പൈക്ക് ആന്റി ടാങ്ക് മിസൈൽ സംവിധാനവും വാങ്ങിയിട്ടുണ്ട്. സ്പൈക്ക് ഇതിനോടകം തന്നെ ഇന്ത്യൻ സൈന്യത്തിനൊപ്പമുണ്ടെങ്കിലും കൂടുതൽ എണ്ണമായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യൻ സൈന്യം അസർബൈജാനും അർമേനിയയും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് വിക്ഷേപിച്ചതിന് ശേഷം വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന ആയുധങ്ങൾ സ്വന്തമാക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് നോക്കാം. ഇന്ത്യ രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്യുന്ന ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതുമായ ഇന്ത്യയുടെ ആദ്യ സ്റ്റെൽത്ത് അൺമാൻഡ് കോമ്പാറ്റ് ഏരിയൽ വെഹിക്കിളാണ് ഘാതക് UCAV. IIT കാൺപൂർ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലുടനീളമുള്ള വിവിധ സ്ഥാപനങ്ങൾ ഈ UCAVയുടെ രൂപകൽപ്പനയിലും വികസനത്തിലും പങ്കുചേരുന്നുണ്ട്. 1:1 സ്കെയിൽ മോഡൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഘാതക് ഉടൻ തന്നെ ആദ്യ ഫ്ലൈറ്റ് നടത്തുമെന്നുമാണ് റിപ്പോർട്ട്. നിയന്ത്രിക്കാൻ ശരിക്കും ബുദ്ധിമുട്ടുള്ള ഒരു ഫ്ലൈയിങ് വിംഗ് ഡിസൈനാണ് ഘാതക്കിന് നിലവിലുള്ളത്. അതിനാൽ UCAV നിയന്ത്രിക്കുന്നതിനായി ഫ്ലൂയിഡിക് ത്രസ്റ്റ് വെക്ടറിംഗ് എന്ന സാങ്കേതികവിദ്യ ഉപയോഗിക്കാൻ ADA തീരുമാനിച്ചു. ദിശകൾ കൂടുതൽ കാര്യക്ഷമമായി മാറ്റാൻ കഴിയുന്ന ഫ്ലൂയിഡ് ത്രസ്റ്റ് വെക്ടറിംഗ് സാങ്കേതികവിദ്യ ഘാതക്കിൽ ഉപയോഗിക്കുമെന്നാണ് സമീപകാല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മുകളിൽ സൂചിപ്പിച്ചതുപോലെ IIT കാൺപൂർ, ADA എന്നിവിടങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞരും പ്രൊഫസർമാരും ഒരു ത്രസ്റ്റ് വെക്ടറിംഗ് സംവിധാനം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് പ്രത്യേകിച്ചും ഘാതക്കിനായി നിർമ്മിച്ചതാണ്. IIT കാൺപൂരും ADAയും സംയുക്തമായി 2017 സയൻസ് ഡയറക്ട് എന്ന വെബ്സൈറ്റിൽ സമർപ്പിച്ച ഒരു പ്രബന്ധത്തിൽ 2 സ്ഥാപനങ്ങളിലെയും ശാസ്ത്രജ്ഞർ ഒരു എലിപ്റ്റിക്കൽ എക്സിറ്റ്, ത്രികോണാകൃതിയിലുള്ള ആഫ്റ്റർ ഡെക്ക് എന്നിവ ഉപയോഗിച്ച് ഒരു കൺവേർജിംഗ് നോസിൽ ഒരു ട്രാൻസ്വേഴ്സ് ജെറ്റ് ഇഞ്ചക്ഷൻ ഉപയോഗിച്ച് ഫ്ലൂയിഡ് ത്രസ്റ്റ് വെക്ടറിംഗ് നടപ്പാക്കുന്നതിനുള്ള പരീക്ഷണങ്ങൾ നടത്തിയെന്നാണ് സൂചിപ്പിക്കുന്നത്. ഈ പ്രബന്ധത്തിൽ ഒരു ദിശയിലേക്ക് മാത്രമുള്ള ഫ്ലൂയിഡ് ത്രസ്റ്റ് വെക്ടറിംഗിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂവെങ്കിലും മറ്റു മേഖലകളിലും ഘാതക്കിനായി ADAയും IITയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതികവിദ്യയെ കുറിച്ച് ഇത് വ്യക്തമാക്കുന്നു. ഘാതക് സൂപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കാത്തതിനാൽ UCAVക്ക് വളരെ സാധാരണമായ ഒരു താഴ്ന്ന സബ്സോണിക് ഫ്ലോ ഭരണത്തിനാണ് പഠനം നൽകിയത്. ഇതിനായി കോർ നോസിലിന്റെ ആവേഗം സ്ഥിരമായി നിലനിർത്തുകയും ദ്വിതീയ നോസിലിന്റെ ആവേഗം വ്യത്യാസപ്പെടുത്തുകയും ചെയ്തു. അടുത്ത അപ്ഡേറ്റ് നോക്കാം. എൽസ്വർത്ത് എയർഫോഴ്സ് ബേസിൽ നിന്ന് പറന്നുയർന്ന B-1B ബോംബർ ഫെബ്രുവരി 3 ബംഗളൂരിൽ നടന്ന എയ്റോ ഇന്ത്യ ട്രേഡ് ഷോയുടെ 13ാം പതിപ്പിൽ ഇന്ത്യൻ തേജസ് യുദ്ധവിമാനത്തിന്റെ അകമ്പടിയോട് എത്തിയിരുന്നു. 1945 ശേഷം ഒരു അമേരിക്കൻ ബോംബർ ഇന്ത്യയിൽ ഇത് ആദ്യമായാണ് വന്നിറങ്ങുന്നത്. അമേരിക്കയും ഇന്ത്യയും തമ്മിൽ വർദ്ധിച്ചു വരുന്ന ബന്ധങ്ങൾ ഉയർത്തിക്കാട്ടുന്നതിനാണ് ഈ ബോംബറിന്റെ ഇന്ത്യൻ സന്ദർശനം. ഇന്തോ പസഫിക് മേഖലയിൽ ഇന്ത്യ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഒപ്പം ഞങ്ങളുടെ സഹകരണം എല്ലാ രാജ്യങ്ങളുടെയും അഭിവൃദ്ധിയും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്ന നിയമങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള കാഴ്ചപ്പാടിനെ മുന്നോട്ട് വയ്ക്കുന്നു എന്നും അമേരിക്കൻ പ്രതിനിധി സംഘം തലവൻ ഡോൺ ഹെഫ്ലിൻ ഫെബ്രുവരി 2 എയ്റോ ഇന്ത്യ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപരമായ സഹകരണത്തിന് അടിവരയിടുന്നതിനും പുറമെ B-1Bയുടെ സന്ദർശനം ബോംബർ ടാസ്ക് ഫോഴ്സ് കോൺസെപ്റ്റിന്റെ ഒരു എക്സർസൈസ് ആണെന്ന് 8ാമത്തെ വ്യോമസേന കമാൻഡർ മേജർ ജനറൽ മാർക്കി വെതറിംഗ്ടൺ പറഞ്ഞു. ഇന്നത്തെ നമ്മുടെ സാന്നിധ്യവും ഇടപഴകലും ചരിത്രപരമായി വലിയ പ്രാധാന്യമുള്ള വരും വർഷങ്ങളിൽ കൂടുതൽ ആഴത്തിൽ ഈ സാന്നിധ്യം വളർത്തിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ട്രംപ് ഭരണകൂടം അടുത്തിടെ തരംതിരിച്ച ഇന്തോ പസഫിക് തന്ത്രത്തിൽ ഇന്ത്യ പ്രധാന പങ്ക് വഹിച്ചുവെന്നും ഓസ്ട്രേലിയ, ജപ്പാൻ, കൊറിയ എന്നിവയുൾപ്പെടെ ഇന്ത്യയും ചതുർഭുജ സുരക്ഷാ ചട്ടക്കൂടിലേക്ക് കൊണ്ടുവരാനാണ് അമേരിക്ക ലക്ഷ്യമിടുന്നതെന്നും ജനുവരിയിൽ അമേരിക്ക പുറത്തിറക്കിയ ഇന്തോ പസഫിക് സ്ട്രാറ്റജിയിൽ പറയുന്നു. സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാനും ഇന്ത്യൻ മഹാസമുദ്രത്തിനപ്പുറമുള്ള പ്രവർത്തന
പ്രവർത്തനങ്ങളിൽ സുരക്ഷാ പങ്കാളി ആകുവാനുമാണ് അമേരിക്ക ലക്ഷ്യമിടുന്നതെന്നാണ് ഈ സ്ട്രാറ്റജി സൂചിപ്പിക്കുന്നത്. അതിനായി ന്യൂഡൽഹിയുമായുള്ള പ്രതിരോധ വ്യാപാരം വ്യാപിപ്പിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ടെന്നും മേഖലയിലെ അമേരിക്കൻ സൈനികരുമായി പ്രാദേശിക ബന്ധം വർദ്ധിപ്പിക്കുന്നതിന് അമേരിക്കയും ജപ്പാനും ഇന്ത്യയിലെ ധനകാര്യ പദ്ധതികളെ സഹായിക്കുമെന്നും സ്ട്രാറ്റജി നിർദ്ദേശിക്കുന്നു. ഫ്രഞ്ച് റാഫേൽ, സ്വീഡിഷ് ഗ്രിപ്പൻ പോരാളികൾക്കെതിരായ എയ്റോ ഇന്ത്യ ഷോയിൽ അമേരിക്കൻ സേനയിൽ സേവനത്തിലുള്ള F-15 ഈഗിളിന്റെ വിപുലമായ പതിപ്പായ F-15EX വാഗ്ദാനം ചെയ്യുന്നതിനായി കയറ്റുമതി ലൈസൻസ് നേടിയതായി ബോയിങ് അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു.